പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടിഫിൻ്റെ റെസിപ്പിയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കുതിർത്തതാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് മാറ്റി വയ്ക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വയ്ക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് പൊങ്ങാൻ വയ്ക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് പൊങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മാവിന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് റവയാണ്. അത് ഇതിലോട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇല്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വളരെ കുറച്ച് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇത്രയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു മുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്ന് ചുവന്ന് പോകണ്ട. ഇത്രയും മതിയാവും. ഇനി മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഇപ്പം ബാറ്റർ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്ററി ഇതേ കണക്കിന് ഇരിക്കണം. ഇനി ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് കേക്ക് ടിന്നോ ഏത് പാത്രം എടുത്താലും മതിയാവും. കേക്ക് ടിന്നുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഈ പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വെട്ടി തിളച്ചിട്ടുണ്ട്. ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാറ്ററില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം.